അന്നമനട മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. AICC സെക്രട്ടറി റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികമായി ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല. നമ്മൾ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴും കവലയിൽ പോകുമ്പോഴും റോഡിലിറങ്ങി നടക്കുമ്പോഴുമെല്ലാം നമ്മളെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്താ പറയുക, എങ്ങനെയെങ്കിലും പിണറായി എന്ന് പറഞ്ഞു വിടണം, എങ്ങനെയെങ്കിലും ഭരണം ഒന്ന് അവസാനിപ്പിക്കണം, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്ന് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നാണ് നമ്മളോട് പറയാറ്. ശരിയല്ലേ? ഏത് വഴിക്ക് പോയാലും ആളുകൾ നമ്മളോട് കൂടെ ഒറ്റ കാര്യമാണ്. കാരണം അത്രയധികമായിട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ദുരിതത്തിലായി എന്ന് ചോദിച്ചാൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഞാൻ 2-3 കാര്യങ്ങൾ, ഞാൻ വലിയൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറായി. സമ്പദ് വ്യവസ്ഥ താറുമാറായി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട് അന്ന് മുതൽ 2016 പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടം വരെ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 1,55,000 കോടി രൂപയാണ്. ആ 1,55,000 കോടി രൂപയായിരുന്ന സംസ്ഥാനത്തിന്റെ കടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി മാറി. മണ്ഡലം UDF ചെയർമാൻ PK തിലകൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ ജനീഷ്, DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. പുതിയതായി നിയമിതനായ DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരിയെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അനുമോദിച്ചു. രമേശൻ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. IUML ജില്ലാ സെക്രട്ടറി MH ഫൈസൽ, ആൽബിൻ പ്ലാക്കൽ, നൌഷാദ് വാളൂർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് മൊഹീദ്ദീൻ, PD ജോസ്, നിർമ്മൽ C പാത്താടൻ, PK സിദ്ദിഖ്, MB പ്രസാദ്, VA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു.